കുടുംബമൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷ വേണമായിരുന്നു. അങ്ങനല്ലേ കഥ. ഇതിപ്പോ മനഃപൂർവ്വം ചെയ്തതല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ലോ, ഇൻവോൾവ് അല്ലല്ലോ. ജോർജ് കുട്ടി അല്ലല്ലോ ചെയ്തത്, ചെയ്തു പോയത്. അതാണ് ഇതിനകത്ത് വേറൊരു ഒരു തലമുണ്ട്. ജോർജ് കുട്ടി എന്ത് തെറ്റാ ചെയ്ത്? ജോർജ് കുട്ടി അന്നവിടെ സംഭവം പോലുമില്ല. ബൈ മിസ്റ്റേക്ക് മകളടിച്ചു, മരിച്ചു, ഭാര്യ അതെടുത്തിട്ട് കുഴിച്ചുകൂടി ഇട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ ഇതിനകത്ത് ഭാഗമല്ലാത്ത ജോർജ് കുട്ടി ഇതിനകത്ത് പെടുക. ഭാര്യ പറഞ്ഞു ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, ബാക്കി കൈകാര്യം ചെയ്തോളാം. അപ്പൊ ജോർജ് കുട്ടി അല്ല, പക്ഷെ ജോർജ് കുട്ടിക്ക് ഒരു പറയാൻ പറ്റുമല്ലോ, ഇത് ഒരിടത്തും ജോർജ് കുട്ടി ഇവരെ കുറ്റപ്പെടുന്നില്ലല്ലോ. ജോർജ് കുട്ടി ആകെ ചെയ്തത് നിരപരാധിയായ ഒരു പശുക്കുട്ടിയെ കൊന്നുകൊണ്ടെന്ന് കുഴിച്ചിട്ടെന്നുള്ളതാണ് ജോർജ് കുട്ടി ആകെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സാധ്യത ഉണ്ടായിരുന്ന ജോർജ് കുട്ടിക്ക് വേണമെങ്കിൽ പോലീസിനോട് ഇത് പോയി പറയാൻ പറ്റും. പക്ഷെ അപ്പുറത്തൊരു ഐജിയാ അത് പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്, ഐജിയുടെ മകനാണ്, ഒരിക്കലും നീതി കിട്ടത്തില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒഫീഷ്യലി കറക്റ്റ് ആയിട്ട് വരില്ല. അതിൽ ഐജി ആകുമ്പോൾ അതിന്റെ കേസിന്റെ രീതികളൊക്കെ മാറും. അത് ജോർജ് കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജോർജ് കുട്ടി അത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സിസ്റ്റത്തോട് സത്യം തുറന്നു പറഞ്ഞാൽ നീതി കിട്ടില്ല എന്നുള്ള ഒരു ഇൽഫീൽ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാം. അല്ല, അങ്ങനല്ല, അങ്ങനെ സിസ്റ്റത്തിനെ അല്ല കുറ്റം പറയുന്നത്. ആ സിസ്റ്റത്തിൽ ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ആള് സിസ്റ്റത്തിലെ വലിയൊരാളാണ്. അതുകൊണ്ടാണ് സിസ്റ്റം അതും നീതി കിട്ടുമോ എന്നുള്ള ഒരു ഡിബേറ്റ് ആണ്. അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അല്ലാതെ കിട്ടില്ല എന്നുള്ള ഷുവറല്ല, അതിനൊരു ചാൻസ് എടുത്തില്ല. അല്ലാതെ നമ്മൾ ഒരിക്കലും ആ സിസ്റ്റത്തിനെ ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അവര് പോലീസ് എന്ന് പറയുന്ന ഒരു ക്രൈമിനെ അത് ഹൈഡ് ചെയ്യാനൊന്നും അല്ല ശ്രമിച്ചത്. അയാൾ ശ്രമിച്ചത് കുടുംബത്തെ രക്ഷിക്കാൻ ഞാനൊന്ന് ട്രൈ ചെയ്യാം. എപ്പോഴും ജോർജ് കുട്ടി എല്ലാ കാര്യവും ട്രൈ ചെയ്യുന്ന ആളാണ്. അതാണ്. അപ്പൊ അയാൾ അത് ട്രൈ ചെയ്തു കാര്യം. പ്രഭാകർ ട്രൈ ചെയ്യുന്ന വിജയിക്കുന്നു. അത് അങ്ങനെ അറിയാം നിങ്ങൾക്ക്. ഇയാൾ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രഭാകരൻ ഇതൊക്കെ പറയുന്നത് ജോർജ് കുട്ടിയെക്കാട്ടിലും കുഴപ്പമുള്ള ഒരാളാണെങ്കിൽ അറിഞ്ഞിട്ട് ഇത് എന്ത് വേണമെങ്കിലും ചെയ്തൂടെ? അങ്ങനെ ചിന്തിക്കാൻ വിശ്വാസം ജോർജ് കുട്ടിക്കില്ല. ആ ലെവലിലേക്കുള്ള വിശ്വാസം പറ്റത്തില്ല. കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഇത് ചെയ്താലോ. പറയുന്നത് ഞാനൊരു വളരെ സാധാരണക്കാരനാണ്, എന്റെ കുടുംബമാണ് വലുത്, ഇങ്ങനെ എല്ലാം ഇയാള് പറയുന്നു. ഇയാൾ അതിനേക്കാട്ടിലും നിങ്ങൾ പറഞ്ഞത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടുപേരും സത്യമാണോ അല്ലെങ്കിൽ രണ്ടുപേരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും.